ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ചൊരു അത്യാവശ്യ കാര്യമായിട്ട് എനിക്ക് പുറത്തേക്ക് പോകണമായിരുന്നു കേട്ടോ. കുറേ ആലോചിച്ച് വൈകുന്നേരം പോയാലും എന്ന് ആലോചിച്ചു, കാരണം ഭയങ്കര വെയിലാണ് ഇവിടെ. എൻ്റെ കയ്യിൽ 5 കുടയും ഇല്ല, ഞാൻ കുടയും കൊണ്ടുവന്നിട്ടില്ല. നോക്കട്ടെ, എന്തായാലും അടിപൊളി വെയിലാണ്. എനിക്ക് തോന്നുന്നു ഇടയിൽ വെച്ചിട്ട് എനിക്ക് ജ്യൂസ് വല്ല കാര്യങ്ങൾ എന്തെങ്കിലും കുടിക്കേണ്ടി വരും. ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ വെയിലിൽ നിന്ന് വെള്ളം ഒന്നും പോരാ. ശരിക്കും ഒരു ജ്യൂസ്, ഒരു മൾട്ടി വിറ്റാമിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. നല്ല വെയിലാണ് കേട്ടോ. നാട്ടിലത്തെയും ഇവിടത്തെയും ബോംബെത്തെയും വെയിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോംബെയിൽ ഒരു 12 മണി വരെ വലിയ കുഴപ്പമുണ്ടാവില്ല. അതുവരെയൊക്കെ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റും ബോംബെയിൽ. നാട്ടിലെന്ന് പറയുമ്പോൾ, നാട്ടിലത്തെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം, നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ നമ്മുടെ സ്കിന്നിലൊക്കെ പൊള്ളിലുള്ള ഫീലിംഗ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 8 മണി തൊട്ട് ഭയങ്കര വെയിലുമാണ്. അതേ സമയത്ത് നമുക്ക് പൊള്ളുന്ന പോലെ ഒരു ഫീലാണ്. നമ്മളൊരു ഓവൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുള്ളൂ എക്സ്പീരിയൻസ്, അതേപോലത്തെ ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ. അയ്യോ, ഇതെൻ്റെ ആദ്യത്തെ സമ്മർ ഇൻ ദുബായ് ആണ്. സമ്മർ ഇൻ ബദലഹം പോലെ സമ്മർ ഇൻ ദുബായ്. എല്ലാവരും പറയുന്നുണ്ട് ഇനി വീണ്ടും ടെമ്പറേച്ചർ കൂടി. ഇപ്പോൾ തന്നെ 45+ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനിയും കൂടി കഴിഞ്ഞുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ ആലോചിക്കുന്നുണ്ട് നാട്ടിലേക്ക് പോയാലോ ആലോചിക്കുന്നുണ്ട്. വെക്കേഷനിൽ ജൂലൈ സമയത്താണ് ഏകദേശം ഈ ചൂട് കൂടുന്നത്, ടെമ്പറേച്ചറൊക്കെ കൂടുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് വെക്കേഷനിലേക്ക് ഒന്ന് പോവാൻ. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ നല്ല മഴയായിരിക്കും. ആ മഴ എൻജോയ് ചെയ്യാം, ഈ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടില്ല കേട്ടോ. എനിക്കാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് വെയിലടിച്ചാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ടാനിങ് ആവണതാണ്. ഇപ്പോൾ സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് മറ്റേ ഡോക്ടർ ഷെട്ടീൻ്റെ പറഞ്ഞൊരു ബ്രാൻഡ്. എനിക്ക് അത് മാത്രമേ എനിക്ക് ഇഫക്റ്റീവായിട്ട്, എൻ്റെ സ്കിന്നിന് ഇഫക്റ്റീവായിട്ട് എനിക്ക് അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഡോക്ടർ ഷെട്ടീൻ്റെ ബ്രാൻഡ് എന്തായാലും അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ ഏതാണെന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് വാങ്ങാൻ. കാരണം അതില്ലാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് ഇന്നത്തോടെ ഏകദേശം കാര്യം തീരുമാനമായി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, എത്രത്തോളം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദുബായ്ക്ക് വെക്കേഷനിലോ ജസ്റ്റ് കറങ്ങാനായിട്ടൊക്കെ വരാനുള്ള പ്ലാനിങ്ങിലാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ സമയത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും, നമുക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ട് നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ഈ സമയത്തൊക്കെ നിങ്ങൾ വരണ്ട. കാരണം സത്യം നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ AC-ൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും, അല്ലാണ്ട് ഒരു കാര്യമില്ല. ഇവിടെ ലൈഫ് ഫാർമസി ഞാൻ കണ്ടു കേട്ടോ. ഇവർക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്. ഈ ആസ്റ്റർ പോലെ തന്നെ പല ബ്രാഞ്ചസ് ഇവർക്കുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ പിന്നാലെ കാണാനില്ലേ, എല്ലാം അങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്സ് ആണ് കേട്ടോ. ഷോർട്ടായിട്ടുള്ള ബിൽഡിങ്സ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം വലിയ ബിൽഡിങ്സ് ആണ്. അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോളാണ് ഇവിടെ. സഹാറ സെൻറ്റർ മോൾ എന്നാണ് പറയുക. ഭയങ്കര ഫേമസ് ആണ്. രാത്രി സമയത്താണ് ഇത് കുറച്ചും കൂടി കാണാൻ രസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച അവിടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അടുത്ത ആഴ്ച ഈദ് ഹോളിഡേയ്സൊക്കെ ആട്ടോ, 15 ദിവസം ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിനുള്ളിലൊക്കെ ഭയങ്കര രസമാണെന്നൊക്കെ പറയണത്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത്രയും ദിവസം അങ്ങോട്ടേക്ക് പോകാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അത്യാവശ്യം വലിയ മോളായതുകൊണ്ട് കുറേ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആകെ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര കുറേ കറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇങ്ങനെ വല്ല ഈദ് ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് വയ്ക്കാം. അപ്പോൾ അന്ന് നമുക്ക് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. എനിക്കിവിടെ ആക്ച്വലി ഡോക്ടറെ കാണാൻ വന്നതാണ്. ഞാൻ ഒരു മെഡിക്കൽ സെൻറ്ററിൽ വന്നതാണ്. ഐ എം നോട്ട് ഡിസ്ക്ലോസിങ് ദ നെയിം. ഓക്കെ, ഞങ്ങളുടെ അവിടെ നിന്ന് അടുത്ത് തന്നെ കേട്ടോ. ജസ്റ്റ് 5 മിനിറ്റ് ദൂരമുള്ളൂ. എല്ലാം ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ടല്ലോ, 5 മിനിറ്റ് ദൂരമുള്ളൂ. സത്യം പറഞ്ഞാൽ അതന്നെയാണ് 5 മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ സഹാറ സെൻറ്റർ ഇവിടെ കണ്ടില്ലേ, ബിൽഡിങ്സിലൊക്കെ കുറേ ഫോൺ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടേന്ന്. ഓക്കെ, സൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഫോൺ നമ്പേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒന്നല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിൻ്റെ ആയിരിക്കും നമ്പർ.
അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ റൂം അന്വേഷിക്കാൻ പറ്റും കേട്ടോ. ഫ്ലാറ്റ്സ് അവൈലബിൾ ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയാണ് ഈ ദുബായ് ഫുൾ, എനിക്ക് തോന്നുന്നു ദുബായ് മാത്രമല്ല UAE ഫുൾ ഇങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടി എളുപ്പമാണത്. അതുപോലെ കുറേ പാർക്കിംഗ് സ്ലോട്ട്സ്, അതൊരു മേജർ അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ. കാരണം ഏകദേശം ഈ എല്ലാ ബിൽഡിങ്സിലും അങ്ങനെ കുറേ പാർക്കിങ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ അത്യാവശ്യം സ്പേസ് നടക്കാൻ കിട്ടും. ആ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, ആരാ പറഞ്ഞേ ദുബായ് ഡെസേർട്ടാണെന്ന്? ഇവിടെയും ചെടികളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഉണ്ട് കുറേ ചെടികൾ. എന്താ അപ്പോൾ ഇവിടെയും കണ്ടു. മോൾസ് മാത്രമല്ല, ഇതേപോലെ ചെറിയ ചെറിയ ഷോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരെ ബെസ്റ്റ് ഗിഫ്റ്റ് സെൻറ്ററിലേക്ക് പോകുന്നു. വലിയ തിരക്കൊന്നുമില്ല, കാരണം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ സമയത്ത് പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാട്ടോ. ഈ ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ലൊരു കളർ കോമ്പിനേഷൻ. അതിനോടൊപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുന്ന ഒരു കോമ്പിനേഷനുള്ള ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ വൈറ്റിലും റെഡും ബ്ലൂ കളറിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എൻകറേജിങ് ഫീൽഡാണ് അതിലുള്ളത്. അതിനോടൊപ്പം സ്കർട്ട് നോക്കി ഈ ഒരു ഷ്രഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഭയങ്കര ഒരു മോഡേൺ ലുക്ക് കിട്ടുന്ന ഒരു ഷ്രഗാണ്. ഇത് ഒരു വ്യത്യാസമുള്ള കളർ കേട്ടോ. ഇങ്ങനത്തെ ഒരു കളറിൻ്റെ ടോപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് തണല് കിട്ടി. ഇനി വീട്ടിലേക്ക് പോയിട്ട് വേണം വല്ലതും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ. കാരണം ഇവിടെ ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഒരു 8-9 ദിർഹംസൊക്കെയാണ് പറയണത്. അപ്പോൾ 8-9 ദിർഹംസ് പറയുമ്പോൾ വലിയ റേറ്റ് അല്ല. പക്ഷെ നമ്മളത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക 170 രൂപ വരെ റേറ്റ് വരുന്നുണ്ട് ഒരു ജ്യൂസ്. അപ്പോൾ നമുക്ക് അത്രയും വില കൊടുത്തിട്ടൊരു ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, വെറുതെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? കാരണം എനിക്ക് അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്ത്രീകൾ പൊതുവേ എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് ചിലവാക്കണം മുമ്പ് നമ്മൾ കുറേ പ്രാവശ്യം ചിന്തിക്കുക. അങ്ങനെയല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ടൊക്കെയാണ് ചിലവ് ചെയ്യുന്നത്. പക്ഷേ ആൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദിർഹംസിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു തൈര് വാങ്ങാൻ പോയാൽ അത് ശരിക്കും 3 ദിർഹംസാണ് 400 ഗ്രാം തൈരിന്. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, തൈര് ആവശ്യമല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഇരുന്നാൽ അത്രയും നല്ലത്. അപ്പം നമ്മളെല്ലാം വാങ്ങിക്കോളൂ, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഏകദേശം 1 മാസം എനിക്ക് സമയം പിടിച്ചിട്ടു ഈ വഴികളൊക്കെ മനസ്സിലാക്കാം. പിന്നെ എളുപ്പമായി. ഇപ്പോൾ എവിടെയും പോവാം, നമുക്ക് ധൈര്യമായിട്ട് പോവാം. നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അങ്ങനെ പേടിക്കാൻ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ദുബായ് ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതേപോലെ കംപ്ലീറ്റ് മലയാളീസാണ് കേട്ടോ. ഏകദേശം ഒരു 90% ആൾക്കാർ മലയാളീസാണ്. വീട്ടിലെത്തി മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കയ്യും കാലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെറുതെ ഒന്ന് കിടന്നതാട്ടോ. മൊബൈൽ റീചാർജ് അല്ല, മൊബൈൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചുമ്മാ ഒന്ന് കിടന്നതാണ്. അപ്പോഴേക്കും ഞാൻ നല്ല ഉറക്കമായി. ഇപ്പോൾ സമയം 5 മണിയായി വൈകിട്ട്. നല്ല ക്ഷീണമുണ്ട്. കാരണം രാവിലെ ഞാൻ പറഞ്ഞിട്ട് അത്രയ്ക്കും ചൂടത്താണ് പോയത്. ഞാൻ ഇത്രയും ദിവസം ഞാൻ അങ്ങനെ പോയിട്ടില്ല. രാവിലെ നേരത്തെ ഒന്നും ഷോപ്പിങ്ങിനായിട്ടോ എന്തെങ്കിലും വാങ്ങാനായിട്ടൊന്നും പോയിട്ടില്ല. പൊതുവേ ഞാൻ താഴെയുള്ള നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ പൊതുവേ എന്തെങ്കിലും കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നാണ് അത്യാവശ്യം വേണ്ടി വന്ന് വാങ്ങാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് വേണ്ട ഡിഷ് വാഷിംഗ് ലിക്വിഡ് അവൈലബിൾ ഇല്ലായിരുന്നു ഇന്ന് താഴെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ക്ഷീണമുണ്ട്, തലവേദനയുടെ ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വേഗം ഈ ക്ഷീണത്തിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കി കുടിച്ചു. ഇങ്ങനത്തെ ഉള്ള സമയത്താണ് നമുക്ക് നമ്മുടെ അമ്മ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഓർത്ത് പോണതല്ലേ. കാരണം നമുക്ക് വെറുതെ ചുമ്മാ അങ്ങനെ കിടന്നാൽ മതിയല്ലോ, നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരും. എല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇനി വ്ളോഗ്സ് മുന്നോട്ട് കൊണ്ടുപോകില്ല, കാരണം മുഖത്തൊക്കെ വല്ലാണ്ട് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു ദിവസം നല്ല ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അപ്പോൾ ഈദിൻ്റെ ഹോളിഡേയ്സൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കുറേ ഇൻട്രസ്റ്റിംഗ് കണ്ടൻസും കുറേ ഇൻട്രസ്റ്റിംഗ് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഡ്രസ്സ് അതൊക്കെ ഇട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ,
അപ്പം എനിക്കറിയാം എല്ലാ ലേഡീസിനും ഈ പുതിയ ഡ്രസ്സും വള മാല അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ 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 ക്രിയേറ്റീവ് കണ്ടൻസ് ആയിട്ട് എനിക്ക് വരാൻ സാധിക്കും. അപ്പം ഞാൻ ഇന്നാൾ 2 ദിവസം മുന്നേ ഞാനൊരു മറ്റേ അല്ലാതെ ഗിഫ്റ്റ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ കമ്മലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇയറിങ് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഇയറിങ്സ് ഒക്കെ തപ്പിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കുറേ, പക്ഷെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ വേഗം ചാടി കയറി പിടിച്ചു. നല്ല അഫോർഡബിൾ റേറ്റ് കൂടിയാണ് കേട്ടോ. 6 ദിർഹംസ് എങ്ങാണ്ട് വരുന്നുള്ളത്. 6 ദിർഹംസ് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 120-125 രൂപ ആ ഒരു റേഞ്ചിൽ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, കളറൊന്നും പോലില്ല. സോ നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് പോലത്തെ ഫീൽ കിട്ടും. അതേപോലെ അത്യാവശ്യം ഹെവി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ലൈറ്റ് വെയ്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് അവിടെ ഉണ്ട്. ഇനിയും പോകാനുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ കുറേ എന്തൊക്കെയോ കളക്ഷൻസാണ്. ഷൂസ് ഉണ്ട്, ലേഡീസ് ഷൂസ്, അതേപോലെ ലേഡീസ് ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ജീൻസ് പർച്ചേസ് ചെയ്യാനുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സൊക്കെ ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസിലാരും കമൻറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കമൻസൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പോസിറ്റീവ് കമൻസാണ് ഞാൻ പറയുന്നത്, നെഗറ്റീവ് അല്ല. പോസിറ്റീവ് കമൻസ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനത്തെയുള്ള വീഡിയോസ് ഇനിയും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതിനോടൊപ്പം ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാവരായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ ഫാമിലി കുറച്ചും കൂടി നമുക്ക് വലുതാക്കണ്ടേ അല്ലേ. നമുക്ക് ഒരു ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു 2000-3000 സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് വേണമെന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് നടക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് എനിക്ക് അറിയിക്കുകയോ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറുണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാമെന്ന് മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് അല്ലേ. കാരണം നമ്മളൊരു കാര്യം എത്ര ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ ലൈക്കില്ല, ഷെയറില്ല, കമൻറ്റില്ല അത് കാണുമ്പോൾ നമ്മൾ പിന്നെ ആർക്ക് വേണ്ടി അത് ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ് വന്നു പോകും. അപ്പോൾ വേണ്ട, അങ്ങനെ വേണ്ട അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോയി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് വിത്ത് സുമ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം. ഓക്കെ.